പ്രളയത്തിൽ തകർന്ന മുണ്ടക്കയം കോസ്വേ പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതോടെ മുണ്ടക്കയം ടൗണിലും സമീപ മേഖലയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ്. പുഞ്ചവയൽ, കോഴിത്തോട്, എരുമേലി അടക്കമുള്ള മേഖലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ 34-ാം മൈലിലെത്തി വലിയ പാലത്തിലൂടെ വേണം മുണ്ടക്കയം ടൗണിലെത്തുവാൻ. തിരിച്ചും ഈ മേഖലയിലേക്ക് ഇതുവഴി തന്നെ വേണം വാഹനങ്ങൾ കടന്നു പോകുവാൻ. ഇതോടെ ദേശീയപാതയിൽ 35-ാം മൈൽ മുതൽ പൈങ്ങിന വരെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ്. സ്കൂൾ സമയങ്ങളിലടക്കം 34-ാം മൈലിലും മുണ്ടക്കയം ടൗണിലും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. കോഴിത്തോട്, പുഞ്ചവയൽ, പുലുക്കുന്ന ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ 34-ാം മൈലിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറുവാനുള്ള ബുദ്ധിമുട്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുവാൻ പോലീസിന്റെ അഭാവം കൂടിയായതോടെ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. മുണ്ടക്കയം ടൗണിലുണ്ടായ അതിരൂക്ഷമായ വാഹന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുവാൻ ഹോം ഗാർഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അനധികൃത വാഹന പാർക്കിംഗ് കൂടിയായതോടെ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. വിവിധ മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള യാതൊരു മുൻകരുതൽ നടപടിയും സ്വീകരിക്കാതെ കോസ്വേ പാലം അടച്ചതോടെ വിവിധ മേഖലയിലേക്കുള്ള പൊതുഗതാഗതം അടക്കം മണിക്കൂറുകളോളം വൈകി. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.